ധൈര്യത്തോടെ ഉയർത്തിപ്പിടിക്കും. ദൈവനോട് പറഞ്ഞൊരു കാര്യമില്ല, സങ്കൂറ്റത്തോടെ മഴയോടെ പിടിച്ചോണ്ട് പോകാൻ കഴിയുന്ന കുഞ്ഞുങ്ങൾ സ്കൂളുകളിലും കോളേജിലും എഴുന്നേൽക്കണം. യേശുവിനെ പ്രസംഗിക്കാൻ താല്പര്യമുള്ള യൗവനക്കാർ, മോനെ നിന്നെ കർത്താവിന് വേണം, മോനെ കർത്താവിന് വേണം, അങ്ങനെ സമർപ്പണമുള്ള ധൈര്യത്തോടെ കടമുയർത്തുന്ന മോനെ യേശു കണ്ടുപോലെ, മോനെ യേശു കാണുന്നുണ്ട്, മോനെ യേശു കാണുന്നുണ്ട്. എനിക്ക് ജോലി ചെയ്യണം, പക്ഷേ മിഷണറി നേഴ്സ് ആകണം, മിഷണറി ഡോക്ടർ ആകണം, മിഷണറി ടീച്ചർ ആകണം, എനിക്ക് ജോലിയോടുകൂടെ സുവിശേഷ വേല ചെയ്യണം എന്ന് പറയുന്ന കുഞ്ഞുങ്ങളെ കടമുയർത്തി പിടിച്ചാട്ട് എനിക്ക് ജോലിയെക്കാളും സത്താവാം, എനിക്ക് ജോലിയോടുകൂടെ സുവിശേഷ വേല ചെയ്യണം. കടമുയർത്തിക്കോ, ധൈര്യത്തോടെ ഉയർത്തിക്കോ. നിന്റെ ഹോസ്റ്റലിൽ, നിന്റെ സ്കൂളിൽ, നിന്റെ കോളേജിൽ നീയാകട്ടെ പ്രസംഗിക്കുന്നത്, നീയാ പ്രസംഗിക്കുന്നത്. ഭയമ വിളിച്ചുകൊണ്ട് ധൈര്യത്തോടെ പോകാൻ നിനക്ക് ധൈര്യമുണ്ട്, മാറണ്ട. ഭയമ വിളിച്ചുകൊണ്ട് സ്കൂളിലും കോളേജിലും പോകണം. നിന്റെ കൂട്ടുകാർ അറിയട്ടെ നീ ജീവിക്കുന്ന ക്രിസ്ത്യാനിയാണ്. കർത്താവിന്റെ കാര്യങ്ങളെ പ്രസിദ്ധീകരിക്കും. ഈ ദേശത്ത് നിന്ന്, ഈ നാട്ടിൽ നിന്ന്, ഈ വിദേശത്ത് കടന്നു വന്ന ഈ കുഞ്ഞുങ്ങൾ കർത്താവിന്റെ കാര്യത്തിൽ സമർപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്കറിയത്തില്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി ലോക രാജ്യങ്ങളിലേക്ക് അയക്കപ്പെടരുത്. ഇവര് ചെറിയ ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകട്ടെ, സഭകൾ ഉടലെടുക്കട്ടെ, വർഷം എഴുന്നേൽക്കട്ടെ, യേശുവിനെ പ്രസംഗിക്കുന്ന കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കട്ടെ. ഒരു പ്രാർത്ഥന വിഷയമുണ്ടെന്ന് പറയുന്നത് എന്റെ വീട് തകർന്നുപോയി, എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, ആവശ്യമില്ലാത്ത പലതിനെ പുറകെ ഞാൻ പോയി, അപ്പയ്ക്കും അമ്മയ്ക്കും അറിയത്തില്ല ഞാൻ എന്താണ്, പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരെല്ലാം കരവർത്തിപ്പിക്കാം. എന്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ വീടിന്റെ സാമ്പത്തിക നിലവാരം പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന കുഞ്ഞുങ്ങളെല്ലാം കരവർത്തിപ്പിടിച്ചത് ധൈര്യത്തിൽ ഒരു പ്രാർത്ഥന വിഷയമുള്ളവർ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക.